പാണക്കാട് തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം കൂടെ ഇവിടെ അതിരൂപത സന്ദർശിക്കാനിടയായി. മുനമ്പം ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് അവർ വന്നതെങ്കിൽ പോലും അതിനൊരുപാട് മാനങ്ങൾ കൽപ്പിക്കേണ്ടതാണ്. കാരണം കുറേ നാളായിട്ട് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ വലിയൊരു ഭിന്നിപ്പ് ഉണ്ടാക്കാനായിട്ട് ചില ചിദ്രശക്തികൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അവരതിൽ ഒരുപാട് വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരാ കത്തുന്നതെന്ന് ഇവരാലോചിക്കണം. അവിടുത്തെ ആരാധനാലയങ്ങളെന്ന് പറയുന്ന പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ എത്രയോ എണ്ണം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രയോ പേര് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മനുഷ്യരാണ്, അതെല്ലാവരും. അവിടുത്തെ കലാപം നിയന്ത്രിക്കാൻ ഇതുവരെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടില്ല, അവിടുത്തെ സർക്കാരിനും ആവുന്നില്ല. അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥത്തിലുള്ള പിടിപ്പുകേടും അത് മാത്രമല്ല അയാളുടെ ആ വർഗ വംശീയ വിരോധവും ആണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ഒരു ലഹള അവിടെ ഒതുങ്ങാതിരിക്കാൻ കാരണം. ഇപ്പോഴും അത് ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ, ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലും ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതേപോലെ ഈ ക്രിസ്ത്യൻ വിരോധം വെച്ച് പുലർത്തുന്ന അവർ വിചാരിക്കുമ്പോൾ അവർ ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും തമ്മിൽ അടിക്കാൻ ഉള്ള മാർഗങ്ങൾ അവരുണ്ടാക്കുകയാണ് പല വഴിയിലൂടെ. ഏതായാലും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുനമ്പത്തെ ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് വഖഫ് ബോർഡിന് അധികാരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് വഖഫാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ സംഭവം വഖഫല്ല, അത് യഥാർത്ഥത്തിൽ നിയമാനുസരണം നോക്കിയാൽ വഖഫല്ല, അതൊരു ട്രസ്റ്റാണ്. ആ രീതിയിലേ പോവുള്ളൂ. വഖഫൊന്നും ഒരിക്കലും ആവുകയില്ല അത്. പക്ഷേ അന്നേരം വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് കൊടുക്കുന്നു. അതോടുകൂടി അവിടെ സമരം അങ്ങ് തുടങ്ങുകയാണ്. സമരമൊക്കെ തുടങ്ങി, ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമരത്തിനിടയിൽ മുതലെടുക്കാൻ വരുന്ന കുറേ ആളുകൾ, അതായത് മുസ്ലിങ്ങളെ ചീത്ത പറയാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ അങ്ങ് മാറ്റിയെടുത്തേക്കാണ്. ഇപ്പോൾ വഖഫ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് അറിയാൻ വയ്യാത്ത ആളുകളാണ് പറയുന്നത്. അതൊരു ദൈവത്തിനുള്ള ദാനമാണ്. വഖഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. അത് ആ രീതിയിലുള്ളതാണ്. കാരണം അത്രത്തോളം അൺകണ്ടീഷണലായിട്ട് പെർമനൻ്റ് ഡെഡിക്കേഷനാണ് അത്. ഈ വഖഫ് ഭൂമിയൊന്നും വിൽക്കാനൊന്നും പറ്റത്തില്ല. വിൽക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫല്ല, അത് ആദ്യം മനസ്സിലാക്കണം. വഖഫ് ഭൂമി വിൽക്കാൻ പറ്റുന്നതല്ല, ഒന്നല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ എങ്ങനെ ചീത്ത പറയുകയാണ്. ഇപ്പോൾ എന്നിട്ടാണ് പല ജിഹാദുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിലിപ്പോൾ അവസാനം കൊണ്ടുവന്ന ഒരു ജിഹാദാണ് ഭൂ ജിഹാദ്. ഇത് ആര് പിടിച്ച് എടുക്കുന്നതെന്നാണ്? ഏതെങ്കിലും മുസ്ലിം പോയി ഈ വസ്തു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ പറയാൻ ആരെയും അവിടെ കയറ്റരുത്. എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങൾ ഒന്നും അവിടെ പോയി അവരെ വസ്തു വേണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവകാശമുണ്ട്. ആർക്ക്? അത് കൊടുത്ത സ്റ്റേറ്റിൻ്റെ അവകാശികൾക്ക്, അല്ലാതെ വേറെ ആർക്കും അവിടെ കയറാൻ ഒക്കത്തില്ല. വേറെ ഒരു മുസ്ലിമും ചെന്നിട്ട് ഇത് മുസ്ലിമിൻ്റെ വസ്തുവാണ് എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിം പോയി വഴക്കുണ്ടാക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഒരിക്കലുമില്ല. അപ്പോൾ അതല്ല അത്. എന്നിട്ട് അതിപ്പോൾ വർഗീയ വിരോധമായിട്ടങ്ങ് മാറ്റിയിട്ട് ഈ സമുദായങ്ങൾ തമ്മിൽ എന്നത്തേക്കും അടിച്ച് കലഹിക്കണം. അതായത് ഈ ഇടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ ആടിനെ കൂട്ടി ഇടിപ്പിച്ചിട്ട് തലയിടിപ്പിച്ചിട്ട് അതിൻ്റെ ചോര കുടിക്കുന്ന കുറുക്കനുണ്ടല്ലോ, ആ കുറുക്കന്മാരാണ് ഇതേപോലുള്ള വർത്തമാനം പറയുന്നത്. അതൊന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇനി ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇത് ഏത് വിധത്തിലെങ്കിലും ശരിയായ രീതിയിൽ അതിനൊരു പരിഹാരം വേണം. പരിഹാരം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു നടപടിയല്ല. അത് ചില നൂലാമാലകളുണ്ട്, നിയമത്തിന് പല നിയമക്കുരുക്കളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു എളുപ്പമൊന്നും അതങ്ങ് ചേർക്കാനും ഒക്കത്തില്ല. പിന്നെ സർവകക്ഷി സമ്മേളനം നടത്തിയിട്ടുണ്ടെന്നും അതിനകത്ത് കാര്യമില്ല. അതിനകത്ത് നിയമാനുസരണമുള്ള നടപടികളാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇത് കാണുമ്പോൾ മനസ്സിന് കുളിർമയുള്ള ഒരു കാര്യം കാണാനിടയായി. ഞാനൊരു വീഡിയോ കണ്ടതാണ്. അത് അങ്കമാലിക്കടുത്ത് ചുള്ളിയിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമം. അവിടെ ദേശവിളക്ക് എന്ന് പറയുന്ന ഒരു ഉത്സവം. ആ ദേശവിളക്കിന് യഥാർത്ഥത്തിൽ ആ വിളക്ക് കൊണ്ട് മുമ്പേ പോകുന്ന ആരൊക്കെയാണെന്നറിയാം? ഒരു ഹിന്ദു സഹോദരി പെൺകുട്ടി, അതേപോലെ തന്നെ ഒരു മുസ്ലിം സഹോദരി, അതേപോലെ ക്രിസ്ത്യൻ സഹോദരി. ഈ 3 വർഗ്ഗക്കാരും ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നത് അച്ഛനാണ്, പള്ളിയിലെ അച്ഛനാണ്. അപ്പോൾ ഇത് കത്തിച്ചുകൊണ്ട് വരുന്ന അമ്പലത്തിൽ നിന്നാണ്. ഇതെല്ലാം അവിടെ ഈ മനുഷ്യർക്കെല്ലാം മതമെല്ലാം മറന്നിട്ട്, ജാതിയും മറന്നിട്ട് ഒന്നിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതല്ലേ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കാഴ്ച.
ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും എല്ലാം മനുഷ്യർ ഒരുപോലുള്ള സഹോദരങ്ങളല്ലേ? ആ ഏകോദര സഹോദരങ്ങളെപ്പോലെ അവർക്കൊന്ന് പെരുമാറിയാൽ എന്താണ്? എന്തിനീ വർഗീയത നമ്മൾ കാണുന്നു? മതമെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഒരു ജീവിത രീതി മാത്രമായിട്ടൊന്ന് കണക്കാക്കണം. അല്ലാതെ ഈ മതമാണ് എല്ലാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പാടില്ല. മതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. അതാണ് ഒരു ജീവിത രീതിയാണ് മതം. അതൊരു സംസ്കാരം മാത്രമാണ്. അതിനപ്പുറത്തോട്ട് മതമില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് പാടില്ല. പിന്നെ ആരുടെയും മതം മറ്റൊരു മതത്തിനെ കഴിയും വലുതോ ചെറുതോ അല്ല, അത് കണക്കാക്കണം. എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഭരണഘടന കനിഞ്ഞനുഗ്രഹിച്ചേക്കുന്ന കൊടുത്തേക്കുന്ന സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25 ഇതൊന്ന് നോക്കിയാൽ മതി. നമുക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ ഏത് മതത്തിൽ വിശ്വസിക്കാനും അതിനെ കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ അവകാശം ഭരണഘടന കൊടുത്തേക്കുന്ന മൗലികാവകാശമാണ്. അതെല്ലാവർക്കും ഉള്ളപ്പോൾ എൻ്റെ മതം നിൻ്റെ മതത്തെക്കാൾ വലുതാണ്, അല്ലെങ്കിൽ എൻ്റെത് അതിനേക്കാൾ ചെറുതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് വേണ്ട. അവനവന് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിച്ചോട്ടെ. പക്ഷേ മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആ പ്രഖ്യാപനം, അതല്ലേ നമുക്ക് വേണ്ടത്? ഏത് മതമായിക്കോട്ടെ, ഇവിടെ അത് കണ്ണ് തുറപ്പിച്ച് കാണണം. ഇതുണ്ടല്ലോ, ഈ ചുള്ളിയിലുണ്ടായ ഈ ദേശവിളക്ക് എന്തുകൊണ്ട് നമ്മുടെ ദേശത്ത് എല്ലായിടത്തും ആയിക്കൂടാ? എല്ലാവരുടെയും ഉത്സവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്സവമായിരിക്കണം. ഇവിടുത്തെ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും ദീപാവലി ആയാലും എന്തായാലും ശരി, അത് എല്ലാവരുടെയും ഉത്സവമായിരിക്കണം, എല്ലാവരുടെയും ആഘോഷങ്ങളായിരിക്കണം. അത് ആണെങ്കിൽ എത്രയോ സൗന്ദര്യം അതിനുണ്ട്. നമ്മളിപ്പോൾ കഴിക്കേണ്ടാത്ത കാര്യങ്ങൾ, ആഹാരം ചിലത് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് കഴിക്കണ്ട, തീർന്നു. അതൊഴിച്ചാൽ ബാക്കി ഇഷ്ടമുള്ളത് കഴിക്കാം. അവിടെ കഴിക്കേണ്ടത് നമുക്കെടുത്ത് കഴിക്കാമല്ലോ. ഒരു ഹോട്ടലിൽ പോയി നോൺ വെജും വെജും ഉണ്ട്, ഒരു പ്യുവർ വെജിറ്റേറിയനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നത് പോലെ ഇത് ഏത് ചടങ്ങുകൾക്കും നമുക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടെ? ആ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക. അതേപോലെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്നിച്ച് ഇതുപോലെ ആഘോഷിക്കുക. ഇവിടെ പർദ്ദയിട്ട ഒരു മുസ്ലിം സ്ത്രീയും അതുപോലെ തന്നെ ചട്ടയും മുണ്ടും ധരിച്ച ഒരു ക്രിസ്ത്യൻ സഹോദരിയും അതുപോലെ തന്നെ ഒരു ഹിന്ദു സഹോദരി ഇങ്ങനെ കണ്ടു ഒന്നിച്ച്. അത് ധാരാളം ആളുകളുണ്ട് അതിനകത്ത്, എല്ലാ മതത്തിലും പെട്ടവർ. അവർ തലേ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് മുസ്ലിം സ്ത്രീകൾ ആ രീതിയിൽ അവർ വന്നിട്ടുണ്ട്, പർദ്ദ ധരിച്ചിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? അത് എല്ലാവരും ഒന്നാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്നതാണ്. അത് വലിയ സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഈ ചുള്ളിയിലെ ജനങ്ങളുടെ ആ ഗ്രാമവാസികളുടെ വിവരം, അവർക്കുള്ള ആ നല്ല വിവരമുണ്ടല്ലോ, ആ ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്.